തിരുവനന്തപുരം കഠിനംകുളം ആതിര കൊലക്കേസിലെ പ്രതിയെ കോട്ടയം കുറിച്ചിയിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. നീണ്ടകര ദളവാപുരം സ്വദേശി ജോൺസൺ ആണ് പിടിയിലായത്. വാടക വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ടോബി ജോൺസൺ ഉണ്ട് വിശദാംശങ്ങളുമായി. ടോബി, ഇയാളെ എങ്ങനെയാണ് പിടികൂടിയത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ചിങ്ങവനം പോലീസാണ് ഏതാനും ഉച്ചയ്ക്ക് ശേഷം ഇയാളെ പിടികൂടിയത്. ഇയാൾ കുറിച്ചിയിലുള്ള ഒരു വീട്ടിൽ ഹോം നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് കഴിഞ്ഞ ദിവസം ഈ കൊലപാതകത്തിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്ന് മറ്റൊരു പേരിൽ ഹോം നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ്. വിഷമോ മറ്റോ എന്തോ കഴിച്ചിട്ടുണ്ട് എന്നുള്ള സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട സുഹൃത്തിനെ ഈ പെൺകുട്ടിയുമായി യുവതിയുമായി ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം കൂടുതൽ ചില ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അത് വെച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും മറ്റും ചെയ്തു. അതിനുശേഷമാണ് ഈ കൊലപാതകത്തിലേക്ക് കടന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കിയത്. എന്നാലും ഈ കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ കുറിച്ചിയിൽ നിന്നാണ് ചിങ്ങവനം പോലീസ് പിടികൂടിയത്. ഉടൻ തന്നെ തിരുവനന്തപുരത്തേക്ക് കഠിനംകുളം പോലീസിന് കൈമാറുമെന്നാണ് അറിയിച്ചത്. അതിനിടയിലാണ് ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, കോട്ടയം കുറിച്ചിയിൽ നിന്നാണ് ആതിര കൊലക്കേസിലെ പ്രതിയെ ജോൺസനെ പിടികൂടിയിട്ടുള്ളത്. വാടക വീട്ടിൽ കഴിയുമ്പോഴായിരുന്നു. ഇയാൾ വിഷം കഴിച്ചിട്ടുണ്ടോ എന്നൊരു സംശയത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്.